അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 18 കൂടിയുള്ള 18 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഋഷയ ഊചു സൗമ്യ യച്ച ത്വയാ പ്രോക്തം ശൗരേർയുദ്ധം മഹാർണവേ മധുകൈഡഭയോസാർത്ഥം പഞ്ചവർഷസഹസ്രകം. കസ്മാത്തൗ ദാനവൗ ജാതൗ തസ്മിന്നേകാർണവേ ജലേ മഹാവീര്യൗ ദുരാധർഷൗ ദേവൈരപി സുദുർജയൗ. കഥം താവസുരൗ ജാതൗ കഥം ച ഹരിണാഹതൗ തദാ ചക്ഷ്വമഹാപ്രാജ്ഞ ചരിതം പരമാത്ഭുതം. ശ്രോതുകാമാ വയം സർവേ ത്വം വക്താ ച ബഹുശ്രുതാ. ദൈവാച്ചാത്രൈവ സംജാത സംയോഗാശ്ച തഥാ വയോ. മൂർഘേണ സഹ സംയോഗോ വിഷാദവിദു സുദുർജര. വിജ്ഞേന സഹ സംയോഗ സുധാരസ സമസ്മൃത. ജീവന്തി പശവ സർവേ ഘാതന്തി മേഹയന്തി ച ജാനന്തി വിഷയാകാരം. വ്യവായ സുഖമത്ഭുതം ന തേഷാം സദസജ്ഞാനം വിവേകോ ന ച മോക്ഷദ. പശുഭിസ്തേ സമാജ്ഞേയ യേഷാം ന ശ്രവണാദരാ. മൃഗാദ്യാ പശവ കേചിൽ ജാനന്തി ശ്രാവണം സുഖം. അശ്രോത്രാഭണിനശ്ചൈവ മുമുഹുർനാദപാനത. പഞ്ചാനാമിന്ദ്രിയാണാം വൈ ശുഭേ ശ്രവണദർശനേ. ശ്രവണാദ്വസ്തു വിജ്ഞാനം ദർശനാച്ചിത്തരഞ്ജനം. ശ്രവണം ത്രിവിധം പ്രോക്തം സാത്വികം രാജസം തഥാ താമസം ച മഹാഭാഗ. സുജ്ഞോക്തം നിശ്ചയാന്വിതം. സാത്വികം വേദശാസ്ത്രാദി സാഹിത്യം ചൈവ രാജസം. താമസം യുദ്ധവാർത്താ ച
പരദോഷപ്രകാശനം. സാത്വികം ത്രിവിധം പ്രോക്തം പ്രജ്ഞാവദ്ഭിശ്ച പണ്ഡിതൈ. ഉത്തമം മധ്യമം ചൈവ തഥൈവാധമമിത്യുത. ഉത്തമം മോക്ഷഫലദം സ്വർഗദം മധ്യമം യഥാ. അധമം ഭോഗദം പ്രോക്തം നിർണീയ വിദിതം ബുധൈ. സാഹിത്യം ചൈവ ത്രിവിധം സ്വീയായാം ചോത്തമം സ്മൃതം. മധ്യമം വാരയോഷായാം പരോഢായാം തഥാധമം. താമസം ത്രിവിധം ജ്ഞേയം വിദ്വദ്ഭിഃ ശാസ്ത്രദർശിഭിः. ആതതായിനി യുദ്ധം യത്തദുത്തമമുദാഹൃതം. മധ്യമം ചാപി വിദ്വേഷാൽ പാണ്ഡവാനാം തഥാരിഭിः. അധമം നിർനിമിത്തം തു വിവാദേ കലഹേ തഥാ. തദത്ര ശ്രവണം മുഖ്യം പുരാണസ്യ മഹാമതേ. ബുദ്ധിപ്രവർത്തനം പുണ്യം തത പാപപ്രണാശനം. തദാഖ്യാഹി മഹാബുദ്ധേ കഥാം പൗരാണികീം ശുഭാം ശ്രുതാം ദ്വൈപായനാത് പൂർവം സർവാർത്ഥസ്യ പ്രസാദിനിം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 18 കൂടിയുള്ള 18 ശ്ലോകങ്ങളുടെ തർജ്ജമയാണ് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഇവിടെ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. സൗമ്യനായ സൂതാ ഭവാൻ മുമ്പൊരിക്കൽ പറഞ്ഞല്ലോ. സർവകാരണനാശൗരി മഹാർണവത്തിൽ സർവശക്തന്മാരായുള്ള മധുകൈടഭന്മാരോടു സഹസ്ര വർഷങ്ങളഞ്ചു യുദ്ധം ചെയ്തത്. എങ്ങുമെങ്ങും സമുദ്രജലമയമായി തീർന്നിരിക്കെ ഏതോ പരാക്രമികൾക്കും ജയിക്കാനാകാ. ഏതു ദേവജനത്തിനും തോൽപ്പിക്കുവാൻ കഴിയാത്ത എവിടെ നിന്നുണ്ടായവർ 2 ദൈത്യന്മാർ. അവർ 2 അസുരന്മാർ എങ്ങിനെ ജനിച്ചു പിന്നെ അവരെ ഭഗവാൻ ഹരി എങ്ങിനെ കൊന്നു. അത്യന്തം വിജ്ഞനായുള്ള സൂതാ ഭവാൻ പറഞ്ഞാലും അത്ഭുതാവഹമായുള്ള ആ കഥകളെ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. കഥ കേൾക്കാനേറെ കൊതിയോടെ ഞങ്ങളിരിക്കുന്നു. കഥാവക്താവായ ഭവാൻ സുകീർത്തിമാനും കാരുണ്യമാം ദൈവാധീനം കൊണ്ടു നമ്മളിരുകൂട്ടർ കഥാമൃത സ്നാനത്തിനായി ഒത്തുചേർന്നല്ലോ. മൂഢനുമായി കൂടിച്ചേരുക എന്നതു സത്യത്തിലോ മൃത്യുഹേതു വിഷം പോലെ ഭയമുണ്ടാക്കും. മഹാത്മാക്കളുമായുള്ള സമ്പർക്കമോ ജീവിതത്തിൽ മനുജനു അമൃത തുല്യവുമാണത്രേ.
വിസർജിച്ചും ഭക്ഷിച്ചും കഴിയുന്നു ജീവികളെല്ലാം വിഷയഭോഗസുഖങ്ങൾ അനുഭവിക്കും. വാസ്തവമാം ജീവിതമെന്തെന്നോ സുഖമെന്താണെന്നോ വിവരമില്ലാത്ത അവർ അറിയുന്നില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സത്തെന്തെന്നോ അമ്പ, സത്തെന്തെന്നോ അസത്തെന്തെന്നോ അവർ അറിയുന്നില്ല. സത്യത്തിൽ മോക്ഷപ്രദമ വിവേകമില്ല. സജ്ജന സംസർഗമില്ല. പുരാണാദി കഥകളെ സേവിക്കാൻ താൽപര്യമില്ല. മൃഗതുല്യർത്താൻ കാട്ടിലുള്ള മാൻ പോലുള്ള മൃഗങ്ങളും പലപ്പോഴും കേൾക്കുന്നു ശബ്ദസുഖത്തെ ആസ്വദിക്കുന്നു. കാതില്ലാത്ത പാമ്പുകളും നാദാസ്വാദനത്തിനാലെ കേട്ടിടുന്നു, പലപ്പോഴും മുഗ്ധരാകുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രധാനം 2 അക്ഷികളും അതുപോലെ ചെവികൾ 2. അതിനു കാരണം കേൾവി വസ്തുജ്ഞാനം നൽകിയിടുന്നു. അതിനു കാരണം കേൾവി വസ്തുജ്ഞാനം നൽകിയിടുന്നു. അതുപോലെ കാഴ്ച കൊണ്ടു മനപ്രീതിയും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശ്രവണം 3 വിധത്തിൽ, സാത്വികവും രാജസവും താമസവും വിദ്വാൻമാർ ഊന്നിപ്പറയുന്നു. വേദശാസ്ത്രാദികളുടെ ശ്രവണം സാത്വികമല്ലോ. സാഹിത്യത്തിൻ ശ്രവണമോ രാജസം തന്നെ. യുദ്ധവാർത്ത അതുപോലെ പരദോഷം എന്നിവയോ കേൾക്കുന്നതു താമസമാണെന്നും അറിയൂ. സാത്വിക ശ്രവണം തന്നെ 3 പറഞ്ഞിടുന്നു. ഉത്തമവും മധ്യമവും പിന്നെ അധമം. മോക്ഷത്തെ നൽകിയിടുന്നതു ഉത്തമ ശ്രവണമല്ലോ. സ്വർഗാദി ഫലത്തെ നൽകും മധ്യമം താനും. ഭോഗപ്രദങ്ങളായുള്ള വിഷയത്തിൻ ശ്രവണമോ അധമമെന്നു ചൊല്ലുന്ന പണ്ഡിതജനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സാഹിത്യശ്രവണം താനും 3 വിധത്തിലുണ്ടല്ലോ. സ്വഭാര്യയെ സംബന്ധിച്ചതാണു ഉത്തമം. വേശ്യാസ്ത്രീയെ സംബന്ധിച്ചു മധ്യമവും അതുപോലെ. പരഭാര്യ സംബന്ധിയോ അധമം താനും. താമസശ്രവണം ഇതുപോലെ 3 വിധമത്രേ. ഉത്തമവും മധ്യമവും പിന്നെ അധമം. യുദ്ധത്തിനു നേരിട്ടു വരുന്നവരോടുള്ള യുദ്ധം താമസശ്രവണത്തിലോ ഉത്തമമത്രേ.
പാണ്ഡവാദികളെ പോലെ വിദ്വേഷത്താലുള്ള യുദ്ധം പണ്ഡിതന്മാർ പറയുന്നു മധ്യമം തന്നെ. പ്രത്യേകിച്ചു കാരണമൊന്നുമില്ലാതെ ഉണ്ടാകുന്ന ഷണ്ഡയും വഴക്കും കേട്ടാൽ അധമമത്രേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അതുകൊണ്ടു ഇവയിൽ വെച്ചെല്ലാം പ്രധാനമായിട്ടു പുരാണ കഥാശ്രവണം ആണെന്നറിയൂ. ബുദ്ധിയെ വികസിപ്പിക്കും അതുപോലെ പുണ്യപ്രദം പാപങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ചിടും. മഹാബുദ്ധിമാനായുള്ള സൂത പൗരാണിക പണ്ടു മഹാനായ വ്യാസനിൽ നിന്നായി കേട്ടതും മനസ്സിനു ശുഭം നൽകുന്നതും സർവാർത്ഥങ്ങളെയും മനുജനു സാധിപ്പിക്കും പുരാണം ചൊല്ലൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ ആരംഭിച്ചു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിർവിഘ്നം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായം, അതിൽ ആദ്യത്തെ 18 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണമായും ഭാഷാഗാനമായും അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഇന്ന് സമർപ്പിച്ചത്. ആ ശ്ലോകങ്ങളെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുമ്പോൾ ഋഷികളുടെ ചോദ്യം, സൗമ്യ യച്ഛത്വയാ പ്രോക്തം ശൗരേർയുദ്ധം മഹാർണവേ മധുകൈഡഭയോസാർത്ഥം പഞ്ചവർഷസഹസ്രകം. പഞ്ചവർഷസഹസ്രകം യുദ്ധം ആരൊക്കെ തമ്മിലുണ്ടായെന്നാണ് പറയണത്? ശൗരേർ യുദ്ധം, ശൗരിയുടെ, സാക്ഷാൽ വിഷ്ണുവിൻ്റെ, ഭഗവാന്റെ, ശ്രീഹരിയുടെ മഹാർണവത്തിൽ വെച്ചുണ്ടായ, മഹാസമുദ്രത്തിൽ വെച്ച് 5000 വർഷം യുദ്ധമുണ്ടായി. ആരോട്? മധുകൈഡഭയോസാർത്ഥം, മധുകൈഡഭന്മാരുമായിട്ട് യുദ്ധമുണ്ടായി. ഹേ സൗമ്യനായിരിക്കുന്ന അല്ലയോ സൂത, അത് അങ്ങ് പറഞ്ഞില്ലേ? കസ്മാത്തൗ ദാനവോ ജാതൗ തസ്മിൻ ഏകാർണവേ ജലേ മഹാവീര്യോ ദുരാധർഷോ ദേവൈരപി സുദുർജയോ. എല്ലായിടത്തും സമുദ്രജലം നിറഞ്ഞിരിക്കുന്ന സമയത്ത് മഹാപരാക്രമികളും അടക്കാനാവാത്തവരും മഹാവീര്യോ ദുരാധർഷോ ദേവൈരപി സുദുർജയോ, ദേവന്മാർക്ക് പോലും ജയിക്കാൻ സാധിക്കാത്ത അവർ എവിടെ നിന്നാണ് ഉണ്ടായത്? കഥം താവസുരോ ജാതോ കഥം ച ഹരിണാഹതോ തദാചക്ഷു മഹാപ്രാജ്ഞ ചരിതം പരമാത്ഭുതം.
കഥം താവ് അസുരൗ ജാതൗ, ആ അസുരന്മാര്, രണ്ട് അസുരന്മാര് എങ്ങനെ ജനിച്ചു, ഭഗവാൻ ഹരി എങ്ങനെ അവരെ കൊന്നു, എല്ലാം അറിയുന്ന സൂത അത്യന്തം അത്ഭുതകരമായിരിക്കുന്ന ചരിതം പരമാത്ഭുതം തഥാ ചക്ഷുവ, ആ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ ഹേ മഹാപ്രാജ്ഞ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. വിജ്ഞനായിരിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന സൂത. ശ്രോതുകാമാ വയം സർവേ ത്വം വക്താ ച ബഹുശ്രുത ദൈവാച്ചാത്രൈവ സംജാത സംയോഗാശ്ച തഥാവയോ. കഥ കേൾക്കാൻ ശ്രോതുകാമാ വയം സർവേ, ഞങ്ങളൊക്കെ കഥ കേൾക്കാൻ കാത്തിരിക്കുകയാണ്, കൊതിയുള്ള ആളുകളാണ്. അപ്പോ അങ്ങ് പറയുന്ന അങ്ങ് കഥാവക്താവ് എന്ന് കീർത്തി കേട്ടവനുമാണ്. അങ്ങൊരു സാധാരണ ആളല്ല. അങ്ങ് കഥകൾ കഥനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള്. ഞങ്ങളോ ആ കഥകൾ കേൾക്കാൻ അത്യധികം കൊതി പൂണ്ടിട്ടുള്ള ആളുകൾ. അപ്പോ ദൈവാച്ചാത്രൈവ സംജാത സംയോഗാശ്ച തഥാവയോ, നമ്മൾ തമ്മിലുള്ള ഈ സംഗമം അത് ഈശ്വരന്റെ സങ്കല്പമാണ്. ഈശ്വര നിയോഗം കൊണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ആ ദൈവാധീനം കൊണ്ട് നമുക്ക് ഒത്തുചേരാൻ സാധിച്ചിരിക്കുന്നു. ഇനി ദുഷ്ടന്മാരുമായിട്ട് യോജിച്ചാൽ, അതേപോലെ ശ്രേഷ്ഠന്മാരുമായിട്ട് യോജിച്ചാൽ എന്താ അതിൻ്റെ വ്യത്യാസം? മൂർഖേണ സഹ സംയോഗോ വിഷാദപി സുദുർജരഃ. മൂർഖനോടുകൂടി ചേരുക എന്നത് വിഷത്തേക്കാൾ ഭയമുണ്ടാക്കണം. എന്താ മൂർഖൻ? അത് മൂർഖൻ എന്നുള്ളത് പാമ്പിനെയല്ല, മറിച്ച് മൂഢൻ, ബുദ്ധിയില്ലാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ, അറിവില്ലാത്തവൻ. അവരുമായിട്ട് ചേരുന്നത് വിഷത്തേക്കാൾ ഭയമുണ്ടാക്കുന്നു. എന്നാൽ വിജ്ഞേന സഹ സംയോഗ, വിജ്ഞനുമായിട്ട് അറിവുള്ളവനുമായിട്ടുള്ള സംയോഗമോ സുധാരസ സമസ്മൃത, അമൃതതുല്യമാണ് എന്ന് പറയപ്പെടുന്നു. ജീവന്തി പശവ സർവേ ഘാതന്തി മേഹയന്തി ച ജാനന്തി വിഷയാകാരം വ്യമായ സുഖമത്ഭുതം. ജീവികളൊക്കെ എങ്ങനെയാ? സർവേ ഘാതന്തി മേഹയന്തി ച, ഭക്ഷിക്കണു വിസർജിക്കണു, വിഷയങ്ങളെ മുൻനിർത്തിയുള്ള ഭോഗസുഖം അറിയണു. ആഹാര നീഹാര നിദ്ര മൈഥുനങ്ങൾ, യഥാർത്ഥമായ ജീവിതം എന്താണ്, സുഖം എന്താണെന്ന് അവരറിയണില്ല. അതറിയാൻ വിചാരം ചെയ്യുന്ന മനുഷ്യർക്ക് മാത്രമേ സാധിക്കുള്ളൂ. സാധാരണ രീതിയിൽ ആഹാര നീഹാര നിദ്ര മൈഥുനങ്ങൾ എല്ലാ ജന്മത്തിലും ഉണ്ടാവും. പക്ഷേ വിവേകപൂർവം ചിന്തിക്കാൻ മനുഷ്യന് സാധിക്കുള്ളൂ, അല്ലേ? ന തേഷാം സദസജ്ഞാനം വിവേകോ നച മോക്ഷദ പശുഭിസ്തേ സമാജ്ഞേയ യേഷാം ന ശ്രവണാദര. അവർക്ക് സത്യത്തിൽ സത്ത് അസത്ത് എന്നീ വ്യത്യാസം ഉണ്ടാവില്ല. സദസജ്ഞാനം, മോക്ഷപ്രദമായിരിക്കുന്ന, അതിന് കാരണമായിരിക്കുന്ന വിവേകം അവർക്കുണ്ടാവില്ല. പുരാണാദി കഥകൾ ശ്രവിക്കുന്നതിൽ താല്പര്യമില്ലാത്തവർ മൃഗതുല്യരാണ് എന്ന് മനസ്സിലാക്കൂ. അപ്പൊ അതുകൊണ്ട് മൃഗാദ്യ പശവക്കേതിൽ ജാനന്തി ശ്രാവണം സുഖം. ചിലപ്പോ മാൻ തുടങ്ങിയ മൃഗം, ഇവിടെ മാനാണ്, മാൻ തുടങ്ങിയ മൃഗങ്ങൾക്ക് പശവഹ കേജിൽ ജാനന്തി ശ്രാവണം സുഖം, ചിലപ്പോൾ ശബ്ദസുഖം അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. കാതില്ലാത്ത പാമ്പുകളും നാദാസ്വാദനത്തിൽ മുഗ്ധരാവുന്നു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. അശ്രോത്രാഭണിനശ്ചൈവ മുമുഹുർനാദപാനത. പിന്നെയോ പഞ്ചാനാം ഇന്ദ്രിയാണാം വൈ ശുഭേ ശ്രവണദർശനേ ശ്രവണാദ് വസ്തുവിജ്ഞാനം ദർശനാൽ ചിത്തരഞ്ജനം. 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാ? അത് ചെവിയും കണ്ണുമാണ്. ശ്രവണ ദർശനേ, കാരണം കേൾവി കൊണ്ട് വസ്തുജ്ഞാനം ഉണ്ടാവുന്നു, കാഴ്ച കൊണ്ട് മനസ്സിന് പ്രീതി ഉണ്ടാവുന്നു. നമ്മൾ കേൾക്കുകയാണ് ചെയ്യുക, അല്ലേ? ഒരു വസ്തുവിനെ കുറിച്ച് ആദ്യം കേൾക്കണു, അതിനെക്കുറിച്ച് കാണുമ്പോൾ പ്രീതി ഉണ്ടാവുന്നു. ശ്രവണം ത്രിവിധം പ്രോക്തം. ഈ കേൾവി തന്നെ 3 തരത്തിലുണ്ട്. സാത്വികം രാജസം തഥാ താമസം ച മഹാഭാഗ. അല്ലയോ മഹാഭാഗ്യവാന്മാരെ, ഇവിടെ സാത്വികം രാജസം താമസം എന്നിങ്ങനെ 3 തരത്തിലുണ്ട് എന്ന് സുജ്ഞോക്തം നിശ്ചയാന്വിതം. വിദ്വാൻമാര് ഉറച്ചു പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ. സാത്വികം വേദശാസ്ത്രാദി, സാത്വികമായിട്ടുള്ള ശ്രവണം എന്താ? വേദശാസ്ത്രങ്ങളുടെ ശ്രവണമാണ് സാത്വികമായിട്ടുള്ളത്. എന്നാൽ
സാഹിത്യം ചെയ്വ രാജസം, സാഹിത്യ ശ്രവണമാണ് രാജസം. എന്നാൽ ശ്രവണം താമസമാകുന്നത് അത് യുദ്ധവാർത്ത കേൾക്കുക, പരദോഷ പ്രകാശനം, പരദോഷം പറയുക, പരദൂഷണം പറയുക, ഇതൊക്കെ താമസമായിട്ടുള്ള ശ്രവണമാണ്. പിന്നെ സാത്വിക ശ്രവണം തന്നെയാണ് ഉത്തമം. ആ സാത്വിക ശ്രവണത്തിൽ അതിനെയും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന്. സാത്വികം ത്രിവിധം പ്രോക്തം പ്രജ്ഞാവദ്ഭിഷ്ട പണ്ഡിതൈ ഉത്തമം മധ്യമം ചെയ്വ തഥൈവ അധമം ഇത്യുത. എങ്ങനെയാ? ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട് എന്ന് ആത്മജ്ഞാനികള്, പ്രജ്ഞാവദ്ഭിഷ്ട പണ്ഡിതൈഹി, ആത്മജ്ഞാനികളായിട്ടുള്ള വിദ്വാൻമാര്, പണ്ഡിതന്മാര് പറഞ്ഞിരിക്കുന്നു. അതിൽ ഉത്തമമായിട്ടുള്ളതാ മോക്ഷഫലദം, സ്വർഗദം മധ്യമം തഥാ അധമം ഭോഗദം പ്രോക്തം നിർണീയ വിദിതം ബുധൈ. ഇപ്പൊ മോക്ഷപ്രദമായ കാര്യങ്ങളുടെ ശ്രവണം, ഉത്തമമായിട്ടുള്ള ശ്രവണം, സ്വർഗാദി ഫലങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ശ്രവണം രാജസമാണ്. ഭോഗപ്രദമായ വിഷയങ്ങളുടെ ശ്രവണം അധമം എന്നും പറയുന്നു. സാഹിത്യം ജൈവ ത്രിവിധം സ്വീയായാം ചോത്തമം സ്മൃതം മധ്യമം വാരയോഷായാം പരോഢായാം തഥാധമം. പിന്നെ സാഹിത്യശ്രവണോ, അതും 3 തരത്തിലുണ്ട്. തൻ്റെ ഭാര്യയെ സംബന്ധിച്ചത് ഉത്തമം, വേശ്യാസ്ത്രീയെക്കുറിച്ച് സംബന്ധിച്ചത് മധ്യമം. അപ്പൊ പിന്നെ അധമമായിട്ടുള്ളതോ പരോഢായാം തഥാധമം, മറ്റുള്ളവന്റെ ഭാര്യയെ സംബന്ധിച്ചത് അധമം. പിന്നെയോ താമസം ത്രിവിധം ജ്ഞേയം വിദ്വദ്ഭി ശാസ്ത്രദർശിഭി ആതതായിനി യുദ്ധം യത്തതുത്തമമുദാഹൃതം. താമസശ്രവണത്തിലും ഉണ്ട് 3 തരത്തില്, ഉത്തമം, മധ്യമം, അധമം. അതിൽ വിദ്വാൻമാരായിട്ടുള്ള ശാസ്ത്രദർശികൾ, വിദ്വദ്ഭി ശാസ്ത്രദർശിഭി, അവര് അറിയണു. ഇപ്പൊ യുദ്ധത്തിന് നേരിട്ട് വരുന്നവരോട് യുദ്ധം ചെയ്യുന്ന വാർത്ത കേൾക്കുന്നത് ഉത്തമമാണ്. മധ്യമം ചാപി വിദ്വേഷാൽ പാണ്ഡവാനാം തഥാരിഭി അധമം നിർനിമിത്തം തു വിവാദേ കലഹേ തഥ. ഇപ്പൊ പാണ്ഡവാദികളെ പോലെ വിദ്വേഷത്തോടെ ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ച് കേൾക്കുന്നത് മധ്യമമാണ്. ഒരു കാരണവുമില്ലാതെ വഴക്കും വയ്യാവേലി എന്ന് പറയില്ലേ, ഷണ്ഠ കൂടുക, അത് കേൾക്കണത് അധമമാണ്. തദത്ര ശ്രവണം മുഖ്യം പുരാണസ്യ മഹാമതേ. അതുകൊണ്ട് ഇതിൽ വെച്ചൊക്കെ പ്രധാനം പുരാണസ്യ ശ്രവണം, പുരാണകഥാശ്രവണമാണ് ഏറ്റവും നല്ലത്. ഇത് ബുദ്ധിയെ വികസിപ്പിക്കും. ബുദ്ധിപ്രവർത്തനം പുണ്യം തഥ പ്രാണപ്രണാശനം. പുണ്യം നൽകുന്ന മാത്രമല്ല, പാപത്തെ നശിപ്പിക്കുകയും ചെയ്യും. തദാഖ്യാഹി മഹാബുദ്ധേ കഥാം പൗരാണികീം ശുഭാം ശ്രുതാം ദ്വൈപായനാൽ പൂർവം സർവാർത്ഥസ്യ പ്രസാദിനിം. അപ്പോ ഹേ മഹാബുദ്ധേ തദാഖ്യാഹി, അത് പറയൂ. അങ്ങ് കൃഷ്ണദ്വൈപായനിൽ നിന്ന് പണ്ട് കേട്ടതും അതേപോലെ ശ്രുതാം ദ്വൈപായനാൽ പൂർവം, ശുഭം നൽകുന്നതും എല്ലാ അർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതുമായിട്ടുള്ള പുരാണകഥ പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു ശൗനകാദി ഋഷീശ്വരന്മാര്. ആ ചോദ്യത്തിന് മറുപടിയായി സൂതൻ നൽകുന്ന വാക്കുകളാണ് നമ്മളിനി കേൾക്കുന്നത്. അത് നാളെ അനുസ്മരിക്കാം. 19ാമത്തെ ശ്ലോകം മുതൽ. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
ലോകാः സമസ്താः സുജനാ ഭവന്തു ലോകാः സമസ്താः ത്വൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.